പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദേവയാനി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നന്ദാവനത്തിലേക്ക് വന്നിട്ട് നയനെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു അടിപൊളി സൂപ്പർ റിവ്യൂ ആണ് പറയുന്നത്. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ദേവേന്റെ മനസ്സിൽ നയനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. മുത്തശ്ശൻ അവസാനമായി തന്നോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട് ദേവയാനി. ഇനി ഒരു പക്ഷേ നയന തന്നെയായിരിക്കും എന്നെ സഹായിച്ചത്, അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്നെ സഹായിച്ചത്? എന്നെ സഹായിച്ച ആ ഒരു വ്യക്തി ആരാണെന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന ദൃഢനിശ്ചയത്തിലായിരിക്കട്ടെ ദേവയാനി. അങ്ങനെ ദേവേന്റെ മനസ്സിലേക്ക് ഒരു ഉൾവിളി വരികയാണ്. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന കാര്യം. എനിക്ക് കരള് തന്ന് എന്നെ സഹായിച്ച ആ ഒരു പെൺകുട്ടി ആരാണ് എന്ന സത്യം അറിയണമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചാൽ പോരെ എന്നിങ്ങനെ ദേവയാനിക്ക് തോന്നുകയാണ്. ആദർശും ജയനും അവരെല്ലാവരും മലക്ക് പോയേക്കുവാണല്ലോ. എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് സത്യങ്ങളെല്ലാം കണ്ടെത്തണമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടതിന് അനന്തപുരിയിൽ എല്ലാവരോടും ദേവേനി പറയുന്നുണ്ട്. ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ദേവേനി നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കായിരിക്കും. ഹോസ്പിറ്റലിലെത്തിയ ദേവേനി നഴ്സിനെ കണ്ടുകൊണ്ടതിനെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ എല്ലാ റിപ്പോർട്ട്സും അതുപോലെ തന്നെ എനിക്ക് കരള് ദാനം തന്ന ആ ഒരു പെൺകുട്ടിയുടെ റിപ്പോർട്ട്സ് എല്ലാം തന്നെ കാണണമെന്നൊക്കെ പറയും. അപ്പോഴേക്കും നഴ്സ് പറയുന്നുണ്ട്, സോറി മാഡം, മാഡത്തിന് വേണമെങ്കിൽ മാഡത്തിന്റെ റിപ്പോർട്ട്സ് എല്ലാം ഞാൻ കാണിക്കാം, പക്ഷേ ഒരിക്കലും ഡോണറിന്റെ കാണിക്കാൻ പറ്റില്ല എന്ന് പറയട്ടെ നഴ്സ്. എന്നാൽ ദേവേനിക്ക് അടുത്ത് പറയുന്നുണ്ടല്ലോ, എനിക്ക് എന്തായാലും അതിനെപ്പറ്റി അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ദേവേനി ഇങ്ങനെ ബഹളമുണ്ടാക്കുന്ന സമയത്തിന് നഴ്സ് പറയുന്നുണ്ട്, അവർക്ക് ഏതായാലും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോയതാണ്, അതെല്ലാം ഞങ്ങളുടെ എത്തിക്സിന് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നഴ്സ് ഇങ്ങനെ ദേവേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പൊ ദേവേനി പറഞ്ഞത്, അതൊക്കെ നിങ്ങളുടെ എത്തിക്സിന് വിരുദ്ധമായിരിക്കാം, പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ശരി എനിക്കത് കണ്ടേ പറ്റൂ. കാരണം ഞാൻ അത്രത്തോളം ആ ഒരു കുട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവളെ കണ്ട് അവളോട് ഒത്തിരിയധികം നന്ദി പറയണം, അതുപോലെ തന്നെ അവളെ നേരിട്ട് കണ്ട് എന്തെങ്കിലും ഒരു സമ്മാനം എനിക്ക് അവൾക്ക് കൊടുക്കണം. അപ്പൊ നഴ്സ് ഇങ്ങനെ ദേവേനോടായിട്ട് പറയുന്നുണ്ട്, അതൊക്കെ സമയം വരുന്ന സമയത്ത് തന്നെ ആദർശ് സാറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളെ അറിയിക്കുമെന്നൊക്കെ. അപ്പോ ദേവേനി നഴ്സിന്റെ കാല് പിടിക്കുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ, ഇനിയും ഞാൻ ആ സത്യം അറിഞ്ഞില്ല എങ്കിൽ എന്റെ ഹൃദയം അങ്ങ് നിലച്ചു പോവും. കാരണം ആ പ്രായത്തിലുള്ള അതേ പ്രായത്തിലുള്ള ഒരു മരുമകൾ തന്നെയാണ് എനിക്കുള്ളത്. അവൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. അവളുടെ പോലെ ഒരു ക്രൂര മനസ്സുള്ള പെൺകുട്ടി എന്റെ വീട്ടിലുള്ള സമയത്ത് ഞാൻ എങ്ങനെ ആ ഒരു കുട്ടിയെ തിരിഞ്ഞു നോക്കാതിരിക്കും? ഞാൻ സർജറി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നതിന് ശേഷം എന്റെ മരുമകൾ എന്നെ കാണാൻ പോലൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ എനിക്കൊരു അസുഖം വരാൻ കാരണം എനിക്ക് പാലിൽ വിഷം ചേർത്ത് തന്നതെല്ലാം തന്നെ എന്റെ മരുമകളാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരുത്തിയാണ് എനിക്ക് മരുമകളായി വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ പെൺകുട്ടി എന്റെ ജീവൻ പോലും രക്ഷിക്കാൻ എനിക്ക് കരള് പോലും ദാനം തന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കാണണമെന്നുള്ളൊരു ആഗ്രഹം അത് ഇനി ഒരിക്കലും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞ് ദേവേന ഇങ്ങനെ വാശി പിടിച്ചു നിൽക്കുന്ന സമയത്തിന് നഴ്സിനും ഇത് കേൾക്കുന്ന സമയത്തിന് ഭയങ്കര വിഷമാവുന്നുണ്ട്. കാരണം ഇത്രത്തോളം നല്ല മനസ്സുള്ള സ്വന്തം മരുമകളെയാണ് ദേവേനി കാര്യമൊന്നും തന്നെ അറിയാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ഒടുവിൽ ദേവയാനിയുടെ നിർബന്ധപ്രകാരം തന്നെ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് നഴ്സ് അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ദേവേനെ കാണിക്കാൻ ഇടവരികയാണ്. എന്നിട്ട് ആ റിപ്പോർട്ട്സ് എല്ലാം തന്നെ ദേവേന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് തന്നെ നഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കരൾ ഡൊണേറ്റ് ചെയ്ത വ്യക്തി ആരാണ് എന്നെല്ലാം തന്നെ ആ റിപ്പോർട്ട്സിൽ എഴുതിയിട്ടുണ്ട്. അതാരാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. കാര്യങ്ങളൊക്കെ ദേവേനെ തന്നെ തനിയെ വായിച്ചു നോക്കൂ, അപ്പൊ അറിയാം ആ കുട്ടിയുടെ ഐഡന്റിറ്റി. ഇനി അതാരാണെന്ന് വായിച്ചു നോക്കുന്ന സമയത്തിന് ആ കുട്ടിയുടെ ഐഡന്റിറ്റി ഇനി നിങ്ങളായിട്ട് ആരോടും വെളിപ്പെടുത്തരുത് എന്നിങ്ങനെ ഒരു നഴ്സ് നിബന്ധന വെക്കുന്ന സമയത്തിന് ദേവേനെ അതിന് സമ്മതിക്കുന്നുണ്ട്. ദേവേനെ അതിന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ഇല്ല, ഞാനായിട്ട് ഇനി അത് ആരോടും പറയില്ല, ഇതിന്റെ പേരിൽ നിങ്ങൾക്കൊരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അങ്ങനെ ദേവേനി ആ റിപ്പോർട്ട്സ് തുറന്നു നോക്കുന്ന സമയത്തിന് കരള് ദാനം തന്ന പെൺകുട്ടിയുടെ സ്ഥാനത്ത് നയനയുടെ പേരായിരിക്കും കാണുന്നത്. എന്നാൽ നയന ആദർശ് എന്നുള്ള ആ ഒരു പേരങ്ങ് കാണുന്നതോടുകൂടി തന്നെ ദേവേനി ആകങ്ങ് സ്തംഭിച്ച് നിന്ന് പോവാണ്. താൻ ഇത്രകാലം വെറുത്തിരുന്ന, താൻ ഇത്രകാലം കുറ്റപ്പെടുത്തുന്ന തന്റെ സ്വന്തം മരുമകൾ തന്നെയാണ് താൻ ഇപ്പൊ ജീവിച്ചിരിക്കാൻ കാരണമെന്നൊക്കെ ആ ഒരു സത്യമെല്ലാം തന്നെ ദേവേനി തിരിച്ചറിയും. അങ്ങനെ കുറ്റബോധം കൊണ്ട് നീറിപ്പുകയാണ്ടോ ദേവയാനി. സത്യം അറിഞ്ഞ ദേവയാനി ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോയെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് മനമുരുകി അങ്ങ് കരയാട്ടോ. എന്നിട്ട് നഴ്സിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്നാലും എന്തിനാണ് എല്ലാവരും എന്നോട് ഈ സത്യം മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കും. എന്റെ നയനമോള് തന്നെയായിരുന്നു എനിക്ക് കരള് നൽകിയത്, എന്നിട്ട് അവൾ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അപ്പൊ നഴ്സ് ദേവയാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് പിന്നെ മാഡം, ഞങ്ങളോട് മൂർത്തി സാർ, ജയൻ സാറും ആദർശ് സാറും ഞങ്ങളോട് പറഞ്ഞിരുന്നു ഈ കാര്യം ഒരിക്കലും മാഡത്തിനെ അറിയിക്കരുതെന്ന്. അതുകൊണ്ട് മാത്രമാണ് മാഡത്തെ ഞങ്ങൾ ഇത് അറിയിക്കാതിരുന്നത്. ഇത് മാത്രമല്ല മാഡം, മാഡത്തിനന്ന് ബ്ലഡ് നൽകിയത് പോലും ഈ കുട്ടി തന്നെയാണ്. ഈ കുട്ടിയുടെ ബ്ലഡ് അന്ന് സ്വീകരിക്കാൻ പോലും മാഡം അന്ന് തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അവളാണ് ജീവന്റെ പാതി പോലും മാഡത്തിന് വേണ്ടി മുറിച്ചു തന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മാഡം അതിനൊരിക്കലും സമ്മതിക്കില്ല. അത് മാഡത്തിന്റെ ജീവന് പോലും ആപത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നയനടക്കം ആരും തന്നെ ഈ കാര്യം മാഡത്തോട് പറയാതിരുന്നത്. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ദേവേനെ ചോദിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
എന്റെ ജീവൻ രക്ഷിച്ചതും എനിക്ക് ബ്ലഡ് തന്നതും എനിക്ക് കരള് തന്നതൊക്കെ എന്റെ മരുമകൾ നയനയാണ് എന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവളോടുള്ള സ്നേഹമല്ലേ കൂടുള്ളൂ. നിങ്ങൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചത്? എനിക്ക് നയനയോടുള്ള സ്നേഹം കൂടിയുള്ളൂ. ഇത്രയും ദിവസമായിട്ട് എനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്ര കാലം ഞാൻ ഓടി നടക്കുകയായിരുന്നു. ആരും തന്നെ എന്നോടൊന്നും പറഞ്ഞില്ല. ഈശ്വര, ഞാൻ എന്തൊരു മഹാഭാപിയാണ്. എനിക്ക് കരള് തന്ന് സഹായിച്ച് എന്റെ നയനമോള് വയ്യാതെ കിടക്കുന്ന സമയത്തും ഈശ്വര, ഞാൻ അവളെ എന്തെല്ലാം പറഞ്ഞു. എത്രമാത്രം ക്രൂരമായിട്ടാണ് ഞാൻ നയനമോളോട് പെരുമാറിയത് എന്നൊക്കെ ചിന്തിച്ചു ഭയങ്കര കുറ്റബോധത്തോടെ ഇങ്ങനെ നീറി പുകഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയാട്ട ദേവയാനി. സത്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ദേവേനി നേരെ ഡോക്ടറെ പോയിട്ട് കാണാണ്. ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ആ ദേവേനി വന്നോ? ദേവേനിക്ക് ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആണല്ലോ, എല്ലാ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ മാറിയില്ലേ എന്നിങ്ങനെ ഡോക്ടർ ചോദിച്ചറിയുന്ന സമയത്തിന് ദേവേനി പറയുന്നുണ്ട്, ഞാനിപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയാണ് മാഡം, ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും എല്ലാം ഓക്കെയാണെന്ന് അങ്ങനെ സങ്കടപ്പെട്ട് പറയാറിക്കട്ടെ ദേവയാനി. ദേവേനിയുടെ വാക്ക് കേട്ടുകൊണ്ടിന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ ദേവേനി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോഴായിരിക്കും ദേവേനി താൻ നഴ്സിന്റെ അടുത്ത് പോയിട്ട് റിപ്പോർട്ട് വാങ്ങിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടറോട് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട്, അതേ ദേവേനി, നിങ്ങൾ വായിച്ചതെല്ലാം സത്യമാണ്, അത് തന്നെയാണ് നടന്നത് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ദേവേനി കുറ്റബോധം കൊണ്ട് തന്നെ പറയുന്നത്, അതേ ഡോക്ടർ, എന്റെ മരുമകൾ നയന തന്നെയാണ് എനിക്ക് കരള് തന്നത്. അവൾ തന്നെയാണ് അവൾ തന്നെയാണ് ബ്ലഡ് പോലും തന്ന് എന്റെ ജീവൻ രക്ഷിച്ചത്. ഈ മത്സരത്തിൽ ഞാനാ തോറ്റത്. ആ തോൽവി ഇനി എന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും. ഇനി ഞാൻ ഒരിക്കലും അവൾക്ക് മുകളിലില്ല, അവളുടെ ഒരുപാട് താഴെയാണ് ഞാൻ എന്നിങ്ങനെ ദേവേനി കുറ്റബോധത്തോടുകൂടെ പറയുന്ന സമയത്തിന് ഡോക്ടർക്കും അങ്ങ് വല്ലാതാവുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, മാഡം അവളെ പല തവണ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ജയൻ സാറിനോടും ആദർശിനോടൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാ, മാഡത്തിന് ബ്ലഡും കരളും തന്ന് മാഡത്തെ ജീവൻ രക്ഷിച്ചതുപോലും സ്വന്തം മരുമകളാണ് എന്ന കാര്യം മാഡത്തിനെ അറിയിക്കാനായിട്ട്. പക്ഷേ ആ സമയത്ത് അവർക്കെല്ലാം ആകെ ടെൻഷനായിരുന്നു. സത്യം എങ്ങാനും പറഞ്ഞാൽ ആ അവസ്ഥയിൽ അമ്മക്ക് പ്രഷർ കൂടുമെന്ന്. ആ സമയത്ത് ദേവേന്റെ ആരോഗ്യസ്ഥിതി എങ്ങാനും വഷളാവുമെന്നൊക്കെ വിചാരിച്ച് അവർ പേടിച്ചിട്ട് ഈ കാര്യം ദേവേനെ അറിയിക്കാതിരുന്നതാണ്. എന്റെ മുന്നിൽ വെച്ച് മാഡം ഒരുപാട് തവണ നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് പോലും ഞാൻ അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരുന്നത്. ആ കുട്ടിയുടെ നന്മ മറ്റാർക്കുമില്ല മാഡം, ആ സത്യം ഇപ്പോഴെങ്കിലും മാഡം തിരിച്ചറിഞ്ഞല്ലോ, അതുതന്നെ ഈശ്വരകൃപയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഡോക്ടർ ഇങ്ങനെ ദേവേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ദേവേനി നയനെ കാണാൻ വേണ്ടി തീരുമാനിക്കും. എനിക്ക് എന്റെ മരുമകളെ കാണണമെന്നും അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടായിരിക്കട്ടോ ദേവേനി നയനെ തേടി നന്ദാവനത്തിലേക്ക് പോകുന്നത്. ദേവേനി നന്ദാവനത്തിന്റെ പടി കടന്ന് അങ്ങോട്ടേക്ക് കയറി വരുന്നത് കാണുന്ന സമയത്തിന് കനകദുർഗയും അങ്ങനെ എല്ലാവരും ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കായിരിക്കും. ദേവേനെ കണ്ടുകൊണ്ടതിന് ഈശ്വര, ഇതിപ്പോ ഇനി എന്തിനുള്ള വരവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാട്ടോ കനകദുർഗ. നയനെയും നയനയുടെ വീട്ടുകാരെയൊക്കെ കാണുന്ന സമയത്തിന് പൊട്ടിത്തെറിച്ച് പെരുമാറുന്ന ദേവേനി ഇത്തവണ വളരെ ശാന്ത രീതിയിലായിരിക്കട്ടെ അവരോട് പെരുമാറുന്നത്. എന്നാൽ ആ സ്വഭാവം കാണുന്ന സമയത്തിന് കനകദുർഗക്കും ഗോവിന്ദയുടെ സംശയമായിരിക്കും. ദേവയാനി അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തിന് കനകദുർഗ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നയന എവിടെയെന്ന് ചോദിക്കാട്ടെ ദേവയാനി. അപ്പോൾ നയന മുറിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നയനയുടെ മുറി കാണിച്ചു കൊടുക്കും. ദേവേനി നേരെ നയനയുടെ അടുത്തേക്ക് കയറി ചെല്ലട്ടോ. പെട്ടെന്ന് ദേവേനി അവിടെ വെച്ച് കാണുന്ന സമയത്തിന് നയന ഒന്ന് ഷോക്കാവുന്നുണ്ട്. ആ സമയത്തിന് ദേവേനി ഒന്നും അറിയാത്തതുപോലെ തന്നെ നയനോട് ചോദിക്കുന്നുണ്ട്, നയനെ നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കും. അപ്പൊ നയന കള്ളം പറയുന്നുണ്ട്, അത് പിന്നമ്മേ എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, ദേവയാനി പറയുന്നുണ്ട്, മതി നയന മോളെ, നീ ഇനിയും കള്ളം പറയണ്ട, ഒത്തിരി അധികം കള്ളങ്ങൾ പറഞ്ഞ് എന്നെ എല്ലാവരും ചേർന്ന് മന്ദബുദ്ധിയാക്കിയതൊക്കെ നിർത്ത്. ദേവയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് കനകദുർഗക്കും ഗോവിന്ദനും ആകെ ടെൻഷനാവുന്നുണ്ട്. ഈശ്വര, ഇനി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കോ ദേവേനി കല്ല് തുള്ളാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ അവരാകെ ടെൻഷനിലായിരിക്കും. ഈ സമയത്തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ദേവേനി ഇങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും മോളെ ഒരു തവണയെങ്കിലും ഈ അമ്മയോട് നിനക്കൊന്ന് സത്യം പറഞ്ഞൂടായിരുന്നോ? എന്നിട്ട് അവരോടൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സത്യം എന്നോടൊന്ന് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? സ്വന്തം ജീവന്റെ പാതി പോലും പകുത്തു തന്നത് എന്റെ നയനമോളാണ് എന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ ദേവേനെ ചോദിക്കുന്ന സമയത്തന്നെ എല്ലാവരും അങ്ങ് ഷോക്കാവുന്നുണ്ട് കേട്ടോ. ആ സമയത്തിന് നയന പറയുന്നുണ്ട്, അത് പിന്നെ അമ്മക്ക് ആ സമയത്ത് എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇത് ചെയ്തത് ഞാനാണ് എന്ന കാര്യം അമ്മ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ആരോഗ്യസ്ഥിതി എന്താവും എന്നൊക്കെ ചിന്തിച്ച് ആകെ പേടിച്ചിട്ടാണ് അമ്മ ഈ കാര്യമൊന്നും തന്നെ ഞങ്ങൾ അമ്മയോട് പറയാതിരുന്നത്. അനിയും മാതൃശേട്ടനും എല്ലാവരും എന്നെ കാണാനാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്, അല്ലാതെ ഒരിക്കലും നന്ദുവിനെ കാണാനല്ലായിരുന്നു. അനി മാത്രമല്ല ആദർശേട്ടനും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും എന്നെ കാണാനാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്റെ നവ്യേജിക്കും അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയന. അപ്പോ ദേവേനെ പറയുന്നുണ്ട്, എല്ലാം എനിക്ക് മനസ്സിലായി മോളെ, എനിക്കും ജലജയ്ക്കും ജാനകിക്കും അനാമികക്കും മാത്രമേലേ ഈ കാര്യങ്ങളൊന്നും അറിയാത്തതുള്ളൂ. എന്നാലും എന്റെ പൊന്നുമോളെ, നീ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഇനി ഏതായാലും ഞാൻ നിന്നെ മരുമകളായിട്ടല്ല മോളായിട്ട് തന്നെയാ സ്നേഹിക്കാൻ പോകുന്നത്. ഇനി ഏതായാലും നിന്നെ ഇവിടെ നിർത്താനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിനക്കൊരു വാശി ഉണ്ടായിരുന്നല്ലോ, നിന്റെ അമ്മായിയമ്മ നേരിട്ട് വന്ന് വിളിച്ചാൽ മാത്രമേ നീ ഇവിടെ നിന്നും വരികയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ പൂർണ്ണ മനസ്സോടു കൂടി തന്നെ എൻ്റെ മരുമകളായിട്ട് രണ്ടാമതൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് നിന്നെ അനന്തപുരിയിലേക്ക് വിളിക്കുകയാണ്. എൻ്റെ മനസ്സിലുള്ള വാശിയും വിദ്വേഷവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇനി മുതൽ ഞാൻ നിന്നെ മരുമകളായിട്ടല്ല സ്വന്തം മകളായിട്ട് തന്നെയാണ് സ്നേഹിക്കാൻ പോകുന്നത്.
ഇത്ര കാലം ഞാൻ നിന്നെ വളരെ ക്രൂരമായിട്ടെല്ലാം ദ്രോഹിച്ചു. അതിലെല്ലാം തന്നെ എനിക്ക് നിന്നോട് പ്രായശ്ചിത്തം ചെയ്യണം മോളെ. അതുകൊണ്ട് ഇന്ന് തന്നെ നീ എൻ്റെ കൂടെ അനന്തപുരിയിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനി സ്നേഹത്തോടെ നയനെ ഇങ്ങനെ അനന്തപുരിയിലേക്ക് ക്ഷണിക്കും. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് നയനക്കിത് ശരിക്കും സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും അറിയാതെ ആകെ സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാവും. എന്നിട്ട് നയനെ പറഞ്ഞിട്ട് അമ്മേ ഇതിൽ പരം ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സന്തോഷം കിട്ടാനില്ല എന്നൊക്കെ പറയും. നയന ഭയങ്കര സന്തോഷവതിയായിരിക്കും. ഈ സമയത്തിന് കനകദുർഗ പറയുന്നുണ്ട് അയ്യപ്പ ദർശനത്തിന് പോയ അയ്യപ്പന്മാരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഇങ്ങനൊരു നല്ല കാര്യം നടന്നതെന്ന് പറയും. അപ്പൊ ദേവേനി പറഞ്ഞിട്ട് നീ ഇനി ഒരിക്കലും ഇവിടെയല്ല ജീവിക്കേണ്ടത്. നീ അനന്തപുരിയിലെ മൂത്ത മരുമകളാണ്. അനന്തപുരി കൊട്ടാരത്തിലാണ് നീ ഇനി താമസിക്കേണ്ടത്. അവിടെയുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഇനി നിനക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനി നയനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ നോക്കുന്ന സമയത്തിന് നയന പറയുന്നുണ്ട് അമ്മേ എനിക്ക് അങ്ങനെ അധികാരങ്ങളും അവകാശങ്ങളും ഒന്നും വേണ്ട. എനിക്കൊരു സ്ഥാനവും വേണ്ട. എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം മതി അമ്മേ. അങ്ങനെ ദേവേനി വന്നിരുന്ന ഇങ്ങനെ അനന്തപുരി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തിന് ഈ ഒരു കാഴ്ച കണ്ട് വളരെയധികം സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കായിരിക്കും കനകദുർഗയും ഗോവിന്ദനൊക്കെ. അങ്ങനെ ദേവേനി നയനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷമായിരിക്കട്ടോ പിന്നീട് നല്ല സൂപ്പർ ത്രില്ലിംഗ് അടിപൊളി എപ്പിസോഡൊക്കെ വരാൻ പോകുന്നത്. പത്തരമാറ്റ് സീരിയലിന്റെ അപ്കമിംഗ് റിവ്യൂസ് ഒക്കെ ഞാൻ ഈ ഒരു ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.